ഇതുവരെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഓർത്തിടുക. പ്രശ്നങ്ങളെ വർണ്ണിക്കേണ്ട, ദൈവശക്തിയെ വർണ്ണിക്കാം. ലൂക്കോസ് 2:51. പിന്നെ യേശു അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. പ്രിയമുള്ളവരെ, സർവ്വലോകത്തിന്റെയും രക്ഷിതാവായ യേശു ഈ ലോകത്തിലെ തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഈ എളിമ നൽകട്ടെ. താഴ്മയുള്ളവരെ ദൈവം ഉയർത്തുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം താഴ്മയുള്ളതായിരിക്കട്ടെ. താഴ്മ ധരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ വാക്കുകളിൽ ആ താഴ്മ പ്രകടമാകും. നമ്മുടെ പെരുമാറ്റത്തിൽ അത് പ്രകടമാകണം. നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം നമ്മുടെ താഴ്മയ്ക്കനുസരിച്ച് നമ്മെ ഉയർത്തും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, താഴ്മ ധരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിനയമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമപ്പ. അത് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകും എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.